ഇന്ന് കുറുമുറു പൊട്ടുവട ഉണ്ടാക്കാട്ടുള്ളൂ. പേര് പോലെ തന്നെ പൊട്ടു പോലെ ഇത്തിരിയേ ഉള്ളൂ. പുറത്ത് നല്ല ക്രിസ്പി, അകത്ത് നല്ല സോഫ്റ്റ്. എന്തൊരു ടേസ്റ്റാണെന്നറിയോ കഴിക്കാൻ. ഉണ്ടാക്കണത് എന്തുകൊണ്ടാണെന്നറിയോ? ഒരു സീക്രട്ട് സാധനമാണ്. അത് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാട്ടുള്ളൂ. അപ്പോൾ വരൂ, നമുക്ക് നോക്കാം എന്താന്ന്. അപ്പോൾ ആദ്യം അതിനു വേണ്ടി ഒരു സവാള ചെറുതായി അരിഞ്ഞു വെച്ചു, ഒരു പച്ചമുളക് അരിഞ്ഞു വെച്ചു. നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ. പിന്നെ ഇതാ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബാക്കി വന്ന പുട്ടാണ് കേട്ടുള്ളൂ. അപ്പോൾ അതിങ്ങനെ തന്നെയല്ല ഇടുക, അതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. നോക്കാട്ടുള്ളൂ, കാണിച്ചു തരാം എങ്ങനെയാണെന്ന് വരും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് പൊടിച്ച് വെക്കണം. ഇപ്പോൾ ഈ ഉരുളക്കിഴങ്ങിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ലേ, ആ പച്ചമുളക് ചേർത്ത് കൊടുക്കാട്ടുള്ളൂ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച് നുറുക്കി വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്തിക്കോളൂ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയും ഒരു കഷ്ണം ഇഞ്ചിയും വേണം. ഇഞ്ചി ഞാൻ മുറിച്ചിട്ടല്ല കേട്ടോ, നുറുക്കിയല്ല ഇട്ടത്, ഇഞ്ചി ചീവിയിട്ടാണ് ഇടണം. അപ്പോൾ കറിവേപ്പില നല്ല യഥേഷ്ടം ഇട്ടോളൂ. ഞാൻ കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് കടലപ്പരിപ്പ് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. 2 സ്പൂൺ കടലപ്പരിപ്പ് ഞാനിത് അതുപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇഞ്ചി അതിലേക്ക് ചീവിയിട്ട് ചേർക്കാം. കഷ്ണങ്ങളായിട്ട് ഇടാൻ ഇഷ്ടമുള്ളവർ ഇട്ടോളൂ. ചിലവർക്ക് അത് ഇഞ്ചി കടിക്കണത് ഇഷ്ടമല്ലല്ലോ, അപ്പോൾ അത് ചീവിയിട്ടോളൂ. പിന്നെ വേണ്ടത് ഒരു 4-5 സ്പൂൺ തൈരാണ്. അപ്പം നമ്മുടെ മാവ് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ തൈര് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്കിതിൽ മെയിൻ ചേർത്തേണ്ടത് ഒരു സാധനം കൂടെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തണം. ഇനി നമ്മുടെ പുട്ട് അതിലേക്ക് ഉടച്ച് ചേർത്തി കൊടുക്കണം കേട്ടുള്ളൂ. ഉടച്ച് ചേർത്തി കൊടുത്തിട്ട് 1-2-3 സാധനം കൂടി ചേർത്താനുണ്ട്. അതിന് മുമ്പ് കുറച്ച് ഡിഫറെൻ്റാണ് ഇത് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. അത് നമ്മൾ വിചാരിച്ച മാതിരി എല്ലാം കൂടി മിക്സ് ചെയ്ത് അങ്ങനെയല്ല, കുറച്ച് ഡിഫറെൻ്റാണ് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. വൈകുന്നേരത്തെ ചായക്കോ കുട്ടികൾക്ക് ഡബ്ബയിൽ കൊടുത്തയക്കാനൊക്കെ. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്കൊരു 3-4 സ്പൂൺ കടലമാവ് ചേർത്തണം. ഇത് നമുക്ക് പൊക്കവട പോലെ അല്ലെങ്കിൽ വട പോലെയൊക്കെ അങ്ങനെ എണ്ണയിൽ പൊടിയാതെ കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കടലമാവ് ചേർത്തിട്ടോളൂ. പച്ചവെള്ളം കൊണ്ടല്ല ഇത് മിക്സ് ചെയ്യേണ്ടത്, നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ. നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ മാവ് മിക്സ് ആക്കില്ലേ അതുപോലെ. അപ്പോൾ അതുപോലെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചോളൂ. ഒന്നിച്ചാദ്യം തന്നെ ഒഴിക്കേണ്ട. ഇനി ഞാനതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തി കൊടുത്തു. മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടുള്ളൂ. ഇനി നമുക്കിതിനെ ചൂട് ഒന്ന് ആറിക്കഴിഞ്ഞാൽ അത് കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ച് ചേർത്തി കൊടുക്കണം. കൈ കൊണ്ട് തന്നെ ചെയ്തോളൂ കേട്ടോ. അപ്പോഴാണ് അത് നന്നായിട്ട് മിക്സായിട്ട് യോജിച്ച് വരുള്ളൂ. നമ്മുടെ ഈ പൊട്ടുവട നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ഇതൊരു ടേസ്റ്റാന്ന് പറയും. ഈ പൊട്ടുവട കഴിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇനി എപ്പോഴും ഒരു പുട്ട് ബാക്കി വയ്ക്കും വീട്ടിൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർക്കണം, പിന്നെ കുറച്ച് ജീരകം, പിന്നെ ബാക്കി കുറച്ച് മുറിച്ച് വെച്ചിരിക്കണം മല്ലിയില. കഴിഞ്ഞു. ഇത്ര സാധനങ്ങളെ നമുക്കിതിലേക്ക് ചേർത്താനുള്ളൂ കേട്ടോ. ഇനി ഒന്നും ഇതിലേക്ക് ചേർത്താനില്ല. അപ്പോൾ ഇതിൻ്റെ ഈ സമയത്ത് നിങ്ങൾ പുളിയും ഉപ്പും എല്ലാം നോക്കിക്കോളൂ പാകമാണോ എന്ന് കേട്ടോ. എന്നിട്ട് നമുക്ക് പൊട്ടിച്ച് ഇടാനും കൈ കൊണ്ട്. ആ പാകമായി കഴിഞ്ഞ് ഇതൊരു 10-15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചൂടുവെള്ളം ഉള്ളതല്ലേ, അതൊന്ന് ആറിക്കോട്ടെ വെച്ചിട്ടാണ്. വെള്ളം ചൂടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്കൊരു 5-10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കാം, റെസ്റ്റ് ചെയ്യട്ടെ അവിടെ. ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഒന്ന് ചെറുതായിട്ട് വെച്ചോളൂ കേട്ടോ. ഇതിലൊന്നും നമുക്ക് എന്താ പറയുക, അങ്ങനെ വേവാനായിട്ടുള്ളതൊന്നുമില്ലല്ലോ. പുട്ട് വെന്തതാണ്, നമ്മുടെ ഉരുളക്കിഴങ്ങും വെന്തതാണ്, കടലമാവ് മാത്രമല്ലല്ലോ ഉള്ളിയും ഇതൊക്കെ. അപ്പോൾ അത് വേഗം ആവും. അപ്പോൾ ഭയങ്കര ഹൈ ഇതിലിടണ്ട. കളറ് സുഖം ഉണ്ടാവില്ല, കളറ് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല ഗോൾഡൻ കളറിൽ കിട്ടണ്ടേ. അപ്പോൾ നമുക്കിത് മാവ് ഇങ്ങനെ എടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിടണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നൊക്കെ. അപ്പോൾ പുട്ട് ബാക്കി വന്നാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല രസമാണ്, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവും. ചായയുടെ കൂടെ എത്ര കഴിച്ചാലും മതിയാവില്ല. അപ്പോൾ ഇപ്പം എനിക്ക് ചെറിയൊരു പുട്ട് മാത്രമേ ബാക്കി വന്നുള്ളൂ. പക്ഷേ ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ അടച്ചു വെച്ചോളൂ. കുട്ടികൾക്ക് ഡബ്ബയിൽ കൊടുത്തയക്കാനും ഒക്കെ നല്ലതാണ്. ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും. ഒന്ന് ആറിക്കഴിഞ്ഞാൽ അത് കുറച്ച് തണുത്തിരിക്കും, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലും വലിയവർക്ക് കൊടുക്കാനും ഒക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലെന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പുട്ട് ബാക്കി വരുമ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്യൂ. ഇപ്പോൾ ഇതതുപോലെ ഗോൾഡൻ കളറിൽ നമ്മൾ ആ നുള്ളിയിട്ടതെല്ലാം കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നോക്കൂ, നല്ല കിരികിരാന്ന് ശബ്ദം വരും. നല്ല രസമാണ് ഇത് കഴിക്കാൻ. നിങ്ങൾക്ക് ഉപ്പപ്പം ഇഷ്ടമായില്ലേ, അതുപോലെ അതിൻ്റെ കാട്ടും ടേസ്റ്റ് ഇതാണ് കേട്ടോ. ശരിക്കും ഉപ്പപ്പം നല്ല ടേസ്റ്റ് ഇല്ലേ, ഇഡ്ലി മാവ് ബാക്കിയുണ്ട് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ പുട്ടുകൊണ്ട് ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. എന്നിട്ട് കമൻറ്റ്സിൽ എല്ലാം അറിയിക്കണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഇത് നല്ല തേങ്ങാ ചമ്മന്തിയോ മുളക് ചമ്മന്തിയോ കൂടെ കഴിച്ചാൽ അടിപൊളിയാണ്. നാളെ തന്നെ കുറച്ച് പുട്ടുണ്ടാക്കും, കുറച്ച് ബാക്കി വയ്ക്കൂ. എന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റിയാണ്. അതുകൊണ്ടാട്ടോ പറയണത്, എത്രയും പെട്ടെന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമുക്ക് വീണ്ടും കാണാം നല്ല വീഡിയോസൊക്കെ ആയിട്ട്. ഓക്കെ, ബൈ.